+2 പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി മാതൃഭൂമി. രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ചേർന്നാണ് ആദരവ് 2026 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഉദ്ഘാടനം ചെയ്തു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ മാതൃഭൂമിയുടെ വേദിയിലേക്ക് സന്തോഷത്തോടെ എത്തി. ആദരം 2026 എന്ന പരിപാടി വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം പ്രചോദനവും ഒപ്പം പുത്തൻ ജീവിത വീക്ഷണങ്ങളും പകരുന്ന ഒന്നായി മാറി. വിജയം നേടിയവരോട് പരാജയം സ്വീകരിക്കാൻ കൂടി മനസ്സ് തയ്യാറാകണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ RB കൃഷ്ണ. ജീവിതം നമ്മുടെ കൈവിട്ട് പോകാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ കൂട്ടുകാരോട് സംസാരിക്കുന്നതും സൗഹൃദം ചെലുത്തുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നേർവഴി കൂടെ പോകുന്ന കൂട്ടുകാരെ നമ്മൾ കൂടുതൽ അടുപ്പിച്ച് നിർത്തുകയും തെറ്റായ വഴിയിലോട്ട് പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പോകുന്ന തെറ്റായ വഴിയാണ്, ദയവ് ചെയ്ത് നേരായിട്ടുള്ള വഴി കൂടെ പോകാനായിട്ട് അവരെ പറയുകയും ചെയ്യേണ്ടി വരും. മാതൃഭൂമിയും രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സംയുക്തമായി നടത്തിയ പരിപാടിയിൽ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിൽ +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ആദരവിനൊപ്പം ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ, പുത്തൻ കോഴ്സുകൾ എന്നിവയെ പറ്റിയുള്ള ക്ലാസുകളും നടന്നു. നന്നായി നിങ്ങൾ പഠിച്ചതുകൊണ്ടും നിങ്ങളുടെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തതും കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയത്. അതൊരു ചെറിയൊരു കാര്യമല്ല. നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ നിങ്ങളുടെ വേറൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു തുടക്കമാണ് ഈ +2 എന്ന് പറയുന്നത്. പരിപാടിയിൽ മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ D പ്രമേഷ് കുമാർ, രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശ്, മാതൃഭൂമി സർക്കുലേഷൻസ് മാനേജർ വരുൺ ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.